വിഷുക്കണിയായി നിൽക്കുന്ന ആളിന്റെ മുഖം ഒന്ന് കാണട്ടെ. അടുത്ത് മറ്റു രണ്ടുപേരും കൂടി ഉണ്ട്. ഹലോ, ഹാപ്പി വിഷു. ഇത്തവണത്തെ വിഷുക്കണി ഗംഭീരായി. ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആകണ. രാവിലെ ഞങ്ങളെ എഴുന്നേപ്പിച്ചിട്ട് താലത്തിലെ വിഷുക്കണി കാണിച്ചത് മഹിയ. അതിന്റെ ഐശ്വര്യം ഉണ്ടാവും നിനക്ക് നിന്റെ ഭാര്യയ്ക്കും. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു കഴിഞ്ഞ വിഷു. അന്ന് അയാളെ എന്നെ വിഷുക്കണി കാണിച്ചത്. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഞാനിപ്പോ നടക്കുക വരെ ചെയ്തില്ലേ. ആ ലേഖടെ കൊടു. ഉണ്ട്. ഞാനിവിടെ ഉണ്ട് കണ്ണേട്ടാ. ആ ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ അടുത്ത വിഷുവിന് മുമ്പ് നീ വിശേഷം അറിയിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ലേഖേ. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ജാതകം എന്റെ ഭാര്യയ്ക്ക്. ആ ഒന്ന് കൊടുക്കായക്ക്. കൂടുതൽ പുകഴ്ത്തണ്ട കേട്ടോ. പുകഴ്ത്തിയതൊന്നും അല്ലല്ലോ. ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടൊന്നുമില്ല. സത്യം മാത്രമേ പറഞ്ഞോളൂ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അതെ, വിഷുക്കണിയായിട്ട് വന്നിട്ടുണ്ട്. ശരി ശരി. അവിടെ വിഷുക്കണിയായിട്ടെ ആളെത്തിന്ന്. അവൻ കാണേണ്ട വിഷുക്കണി കണ്ടല്ലോ. അവിടെ ഉള്ളവരുടെ മുഖം കണ്ടു കഴിഞ്ഞാ അവന്റെ ഈ വർഷം പോക്ക. കണ്ണു തുറക്കും മോനെ. എന്നിട്ട് ദേ നേരെ ഇങ്ങോട്ട് നോക്കിയേ.